പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രസക്തം, ആനുകാലികം, അത്യാവശ്യമായി നടക്കേണ്ടതായ ഒരു ചർച്ച. അതാണ് മതന്യൂനപക്ഷങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ശ്രീ PT കുഞ്ഞുമുഹമ്മദ് സാമാന്യം ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിൽ കുറേയേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇവിടെ വിവരിക്കുകയുണ്ടായി. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും അതാണ് ഇന്ത്യയിൽ നമ്മൾ പൊതുവെ പറയുന്ന, അറിയപ്പെടുന്ന പ്രബലമായ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. എന്നാൽ ലോകത്തിലെ അവസ്ഥ അതല്ല. ലോകത്ത് മതവിശ്വാസികളുടെ എണ്ണം അല്ലെങ്കിൽ മതത്തിൻ്റെ വലിപ്പം പരിശോധിച്ചാൽ ഏറ്റവും വലിയ രണ്ട് മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും. പക്ഷേ ഇന്ത്യയിലെത്തുമ്പോൾ ഈ രണ്ട് മതങ്ങളും ന്യൂനപക്ഷമായി മാറുന്നു. ക്രിസ്ത്യാനികളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ 2000 വർഷം മുമ്പ് ഇവിടെ ക്രിസ്തു മതത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സെയിൻറ്റ് തോമസിൻ്റെ കാലം മുതൽ ഒരു 500 കൊല്ലക്കാലം യൂറോപ്യൻ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഇന്ത്യ. ഇതൊക്കെയായിട്ടും ഇന്നും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം 3% താഴെയാണ്. അത് കാര്യമായി വർദ്ധിക്കാനുള്ള സാധ്യത കുറവുമാണ്. ഇപ്പം മതപരിവർത്തനം എന്നുള്ളതൊക്കെ BJPയുടെ വലിയ ഉത്കണ്ഠ ഉളവാക്കുന്ന ആലോചനാ വിഷയമായി അവർ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും എത്ര പരിവർത്തനം നടത്തിയാലും കഴിഞ്ഞ 500 വർഷക്കാലം സാധ്യമാകാതെ പോയത് നേട്ടങ്ങളൊന്നും ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ല. എണ്ണം ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും. അതിനർത്ഥം നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയ സന്ദർഭത്തിൽ എന്ന പോലെ 75 വർഷം പിന്നിട്ട ഈ അവസ്ഥയിലും രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവരും മുസ്ലിങ്ങളുമായി തന്നെ നിൽക്കുന്നു. പാഴ്സി, ജൈനൻ തുടങ്ങിയ അങ്ങനെ പല വിഭാഗങ്ങളും വേറെയുമുണ്ട്. സ്വാഭാവികമായും അതെല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ ജനാധിപത്യം നമ്മൾ സ്ഥാപിച്ചെടുത്ത ഒരു പാർലമെന്ററി ജനാധിപത്യം, ആ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതൊരു പ്രാതിനിധ്യ ജനാധിപത്യമാണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ളതെന്ന് പറയുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ എണ്ണം കണക്കാക്കാതെ ഒരു ഭൂരിപക്ഷമാകാം, ന്യൂനപക്ഷമാകാം, പരിഗണിക്കപ്പെടേണ്ടവരാകാം, പരിഗണിക്കേണ്ടതില്ലാത്തവരാകാം, എങ്ങനെയായാലും അവർക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിൽ അധികാരത്തിൻ്റെ പങ്കുവയ്പിൽ ഒരു പ്രാതിനിധ്യം ഉണ്ടാവുക. അതാണ് ഈ പ്രാതിനിധ്യ ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമാണ്. ആ തെരഞ്ഞെടുപ്പിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായും ഈ ഇടതുപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാവും. അത് അനിവാര്യമാണ്. ഭൂരിപക്ഷത്തിന് അവരുടെ മതമുണ്ട്. പക്ഷെ ആ മതമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ആ മതത്തെ മാത്രം അടിസ്ഥാനമാക്കി അവർക്ക് ജയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ BJP 10 വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ചതിന് ശേഷം മൂന്നാമതും അവർ അധികാരത്തിൽ വന്നെങ്കിലും ആ വരവിന് ഒരു തിളക്കത്തിൻ്റെ കുറവുണ്ട്, ശോഭയില്ല. കാരണം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ കിട്ടാതെയാണ് 2024 തെരഞ്ഞെടുപ്പ് സമാപിച്ചത്. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നവർക്ക് പോലും ആ ഭൂരിപക്ഷത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അധികാരത്തിൽ ഭരണത്തിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്നർത്ഥം. അത് എത്ര ശതമാനം എന്നുള്ളതല്ല, ശതമാനമൊക്കെ വളരെ ചെറുതായിരിക്കാം, നെഗ്ലിജിബിൾ ആയിരിക്കാം, അവഗണിക്കാവുന്നതായിരിക്കാം. പക്ഷെ ആ ന്യൂനപക്ഷത്തിൻ്റെ
പിന്തുണ വരുമ്പോഴാണ് ആ ബാലൻസ് ക്രമീകരിക്കപ്പെടുന്നത്. ഈ ടിൽറ്റിംഗ് ദ ബാലൻസ് എന്ന് പറയുമല്ലോ, ആ ചലനം അത് സാധ്യമാകുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ചുരുങ്ങുകയാണ്, നമ്മുടെ ചർച്ച കേരളത്തിലേക്ക് നമ്മൾ പരിമിതപ്പെടുത്തുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ എന്ന പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ അധികാരത്തിൽ അവർക്കൊരു പങ്കുണ്ട് എന്ന കാര്യത്തിൽ നല്ല ബോധ്യമുള്ളവരാണ്. ആ പങ്ക് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഏത് രീതിയിൽ ആണെങ്കിലും, ഏത് പാർട്ടിയോട് ചേർന്ന് നിന്നാണെങ്കിലും, ഏത് മുന്നണിയിൽ ചേർന്നാലും അധികാരത്തിലെ പങ്കാളിത്തം ഈ രണ്ട് മതവിഭാഗങ്ങളും പൂർണ്ണമായും അനുഭവിക്കുന്നവരാണ്. ആ ചരിത്രത്തിൻ്റെ ചില പാർശ്വഭാഗങ്ങളിലേക്കൊക്കെ കുഞ്ഞു മുഹമ്മദ് കടക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല, കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജനാധിപത്യം, പാർലമെന്ററി ജനാധിപത്യം രാഷ്ട്രീയ പാർട്ടികളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തമായി രൂപീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിച്ചുകൊണ്ടോ ആ അധികാരത്തിൽ പങ്കുപറ്റാൻ പരിശ്രമിക്കുന്നവരാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിന് ഈ വിഭാഗങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. ഇടതുപക്ഷം ഒരു സായുധ വിപ്ലവത്തിൽ അല്ല ഇപ്പോൾ വിശ്വസിക്കുന്നത്. അധികാരം തോക്കിൻകുഴലിലൂടെ എന്നുള്ള മാവോ സൂക്തമൊന്നും നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ പ്രസക്തമല്ല. അതുകൊണ്ട് ബാലറ്റ് പെട്ടിയിലൂടെ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന ഈ ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം ആവശ്യമുണ്ട്. ഒരേ എണ്ണത്തെ അടിസ്ഥാനമാക്കി, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളെയും ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ അവസ്ഥ വരെ എത്തുന്ന സമ്മർദ്ദത്തിൽ ആക്കാറുണ്ട്. ഇതൊക്കെ പല അനുഭവങ്ങളും നമുക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ കേരളത്തിലെ പ്രബലമായ മതന്യൂനപക്ഷങ്ങൾ അവർക്ക് സ്വന്തം നിലയിലോ അല്ലെങ്കിൽ മറ്റു നിലയിലോ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ട്. അവിടെ കുറെ കൂടി തെളിച്ച് വ്യക്തമായി പറയുകയാണെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടാണ് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് ബന്ധമുള്ളത്. അത് കേരളത്തിലെ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർ എപ്പോഴും നിലകൊള്ളുന്നത് വലതുപക്ഷവുമായി ചേർന്നുകൊണ്ടാണ്. വലതുപക്ഷവും ഇടതുപക്ഷവും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പാർലമെന്ററി ചരിത്രമുണ്ട്. പ്രതിപക്ഷത്ത് ഇരിക്കുന്നവരെ നോക്കിയാണ് പണ്ട് ഒരു പാർലമെന്റിൽ ഈ വലതുപക്ഷം എന്നുവെച്ചാൽ അധികാരത്തിലിരിക്കുന്നവർ വലതുപക്ഷം, പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇടതുപക്ഷം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറിയും കുറഞ്ഞുമൊക്കെ കിടക്കും. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ കേരളത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാഭാവികമായ ഒരു അഫിലിയേഷൻ ഉള്ളത് വലതുപക്ഷ കക്ഷികളുമായിട്ടാണ്. മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി തന്നെയുണ്ട്, പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തിയാണ്. ക്രിസ്ത്യാനികൾക്ക് കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായും ഒരു ക്രൈസ്തവ പാർട്ടിയാണ് എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിലെ പ്രബലമായ പല മതവിഭാഗങ്ങൾക്ക്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. 20 ലക്ഷം ആളുകൾ കേരളത്തിൽ ലത്തീൻ കത്തോലിക്കരായിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് പ്രബലമായ ശക്തിയാണ്, സാമുദായിക ശക്തിയാണ്. ഞങ്ങൾക്ക് ഈ കേരള കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല. കേരള കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്നോ ഞങ്ങളുടെ പാർട്ടിയാണെന്നോ ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. ഈ മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളുമായുള്ള ആ വൈകാരികമായ ബന്ധം, രാഷ്ട്രീയമായ അടുപ്പം, അത് ക്രൈസ്തവ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള കോൺഗ്രസും കേരളത്തിലെ പ്രബലരായ കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങളുമായിട്ടില്ല എന്നാണ് അർത്ഥം. അതൊരു സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട
മലയോര കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും പാർട്ടിയായിട്ടാണ് അത് നിൽക്കുന്നത്. പക്ഷെ ഇടതുപക്ഷത്തിന് ഇതിൽ ഈ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഇടപെടലിൽ ന്യൂനപക്ഷങ്ങളെ എത്രമാത്രം അടുപ്പിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. നമ്മൾ ഏത് രീതിയിൽ ഈ വിഷയത്തെ അവതരിപ്പിച്ചാലും സമീപിച്ചാലും ഇന്നത്തെ ഈ സെമിനാറിൽ ഉയർന്നു വരുന്ന മുഖ്യ വിഷയം അതുതന്നെയാണ്. അവിടെ ഇടതുപക്ഷങ്ങൾക്ക് വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇടതുപക്ഷ പാർട്ടികളുമായി, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കുറെ കൂടി തെളിച്ച് വ്യക്തമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി, ഇനി കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായി സ്വാഭാവികമായ അടുപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിന് നമ്മൾ കാരണം അന്വേഷിക്കുമ്പോൾ കേരളത്തിൽ മാത്രമായി അന്വേഷിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ പണ്ട് യേശുക്രിസ്തുവിന്റെ കാലത്താണ് കാൾ മാർക്സും ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടുപേരും സഹകരിക്കുമായിരുന്നു. കാരണം രണ്ടുപേരും അന്ന് യേശുക്രിസ്തു പറഞ്ഞതും ഇന്ന് കാൾ മാർക്സ് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ് യേശുക്രിസ്തു അഭിസംബോധന ചെയ്തത്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നാണ് മാർക്സ് പറഞ്ഞത്. മർദ്ദിതർക്കും ചൂഷിതർക്കും വേണ്ടിയുള്ള പ്രസ്ഥാനമായിട്ടാണ് മാർക്സിസം വളർന്നു വന്നത്. ആ സമാശ്വാസം തന്നെയാണ് യേശുക്രിസ്തുവും വാഗ്ദാനം ചെയ്തത്. കുറെ കൂടി ആ ദൈവശാസ്ത്രപരമായും പ്രത്യയശാസ്ത്രപരമായും നമ്മൾ പരിശോധന മുന്നോട്ട് കൊണ്ടുപോയാൽ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിഹാരം അത് ഈ ലോകത്തല്ല, പരലോകത്താണ്. കാൾ മാർക്സ് വാഗ്ദാനം ചെയ്ത പരിഹാരം അത് ഈ ലോകത്ത് തന്നെയാണ്. ചൂഷണരഹിതമായ, മർദ്ദിതർക്ക് ഇടമില്ലാത്ത ഒരു വ്യവസ്ഥിതി സംഘടിച്ച് നേടിയെടുക്കണം എന്ന് മാർക്സ് ആഹ്വാനം ചെയ്തു. ഈ രണ്ടുപേരും പറഞ്ഞത് തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ് തെക്കേ അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ നമ്മുടെ ഈയിടയ്ക്ക് കാലം ചെയ്ത മാർപ്പാപ്പയുടെ നാട്, അവിടെ ഈ ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം എന്ന ഒരു പ്രസ്ഥാനം തന്നെ ശക്തിപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതേ മാർപ്പാപ്പയായി വന്നപ്പോൾ അമേരിക്കയിലെ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് മാർക്സിസ്റ്റ് പോപ്പ് എന്നാണ്. അദ്ദേഹം അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ മാർക്സിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വിളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു എന്നാണ്. അപ്പൊ മാർക്സിസ്റ്റ് പോപ്പ് ആയാലും ക്രിസ്ത്യൻ മാർക്സിസ്റ്റ് ആയാലും മൗലികമായ തത്വങ്ങൾ ഒന്ന് തന്നെയാണ്, ആ പ്രിമൈസസ് ഒന്ന് തന്നെയാണ്. പക്ഷെ പിന്നെ എവിടെയാണ് ഈ വ്യത്യാസം വന്നു തുടങ്ങിയത്? കമ്മ്യൂണിസം എവിടെയെല്ലാം ആധിപത്യം സ്ഥാപിച്ചുവോ അവിടെയെല്ലാം ക്രൈസ്തവ വിരുദ്ധത അത് ശക്തിപ്പെട്ടു. അത് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചു. അതോടൊപ്പം പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം പ്രചരിച്ച ആ പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാം ക്രിസ്തുമതത്തിന് എതിരായ ഒരു സമീപനം അവിടെ ഉണ്ടായി. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം അതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലും കാണുന്ന അകൽച്ച. അതുകൊണ്ട് കേരളത്തിൽ മാത്രമായി ഒരു അകൽച്ചയ്ക്ക് കാരണമൊന്നുമില്ല. നമ്മൾ ഈ ആഗോള വ്യാപകമായി ക്രിസ്തുമതവും കമ്മ്യൂണിസവും അകന്നു പോയത് എന്തുകൊണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരം വരുമ്പോൾ അതിൽ കുറെ രാഷ്ട്രീയമുണ്ട്, കുറെ സാമ്പത്തികമുണ്ട്. ആധ്യാത്മികമായ കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന തർക്കം കൊണ്ടുമല്ല. സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ കാലത്തെ ക്രിസ്തുമതമല്ല ഇന്നത്തെ ക്രിസ്തുമതം. വമ്പിച്ച സ്വത്തിന്റെ അവകാശികളാണ്. ആഗോള വ്യാപകമായി മൂലധനത്തിന്റെ താല്പര്യങ്ങളുണ്ട്, സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അവയെല്ലാം സംരക്ഷിക്കുന്നതിന് ക്രിസ്തുമതം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ പ്രതിജ്ഞാബദ്ധമാണ്. അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്രോതസ് സോഷ്യലിസമാണ്.
ആ സോഷ്യലിസം എന്നാൽ എന്ത് എന്ന് നമുക്കറിയാം, സ്ഥിതി സമത്വവാദമാണ്. ഉള്ളത് എല്ലാവർക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവണം. അത് തന്നെയാണ് ആദിമ ക്രൈസ്തവരും ചെയ്തിരുന്നത്. ക്രിസ്തുവിൻ്റെ അനുയായികളാകാൻ തയ്യാറായി വരുന്നവരോട് അവരുടെ സ്വത്ത് അത് വിറ്റ് പാവങ്ങൾക്ക് നൽകിയതിന് ശേഷം വരാനാണ് പറയുന്നത്. പക്ഷെ അത് ഒന്നും ഇക്കാലത്ത് സാധ്യമല്ല. കാരണം ഇക്കാലത്ത് പലതും സംരക്ഷിക്കാനുണ്ട്. ആ സംരക്ഷിക്കുന്നതിനുള്ള സൂചനകളും അന്ന് മുതലേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാമ്രാജ്യത്വത്തിനെതിരെ, മുതലാളിത്തത്തിനെതിരെ, ആഗോള മൂലധന വ്യാപനത്തിനെതിരെ വലിയ തോതിൽ പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം ക്രിസ്തുമതത്തിനുണ്ട്, കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ ഗത്സമേൻ തോട്ടത്തിൽ യൂദാസ് ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന ആ രാത്രിയിൽ ഇന്നത്തെ റോമൻ പടയാളികൾ പിടികൂടുകയാണ്, അറസ്റ്റ് ചെയ്യാൻ. അപ്പം അവിടെ പത്രോസിൻ്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നു ഉറയിൽ. ആ വാളെടുത്ത് അദ്ദേഹം വീശുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ചെവി മുറിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ മുറിഞ്ഞു പോയിന് ചെവി സുഖപ്പെടുത്തിക്കൊണ്ട് യേശു പറയുന്നത്, പത്രോസേ, നീ വാൾ ഉറയിലിടുക എന്നാണ്. അപ്പോൾ ഞാനതിന് കൊടുക്കുന്നൊരു വ്യാഖ്യാനം, എന്തിനാ വാൾ ഉറയിലിടാൻ പറഞ്ഞത്? വാൾ കൊണ്ടു നടക്കുന്നതിന് യേശു അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ വാൾ ദൂരെ കളയുക എന്നാണ് പറയേണ്ടത്. പകരം ഉറയിലിടുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ കത്തോലിക്ക സഭയുടെ വത്തിക്കാൻ മാർപ്പാപ്പ എന്നൊക്കെ പറയുമ്പോൾ പത്രോസിന്റെ പിൻഗാമികളാണെങ്കിൽ പത്രോസ് ഉറയിലിട്ട ആ വാളിന്റെ കൂടി ഉടമകളാണ്. സാമ്രാജ്യത്വത്തിന്, റോമൻ സാമ്രാജ്യത്വത്തിനെതിരെ വീശിയ വാൾ ആയിരുന്നു പത്രോസിൻ്റെത്. അങ്ങനെ വളർന്നു വന്ന ഒരു മതമാണത് ക്രിസ്തു മതം. അടിമകളുടെ മതം, മർദ്ദിതരുടെ, ചൂഷിതരുടെ മതം. പക്ഷെ 4-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഒരു റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ആ മതത്തെ അങ്ങ് ഏറ്റെടുത്തു. അതിപ്പോഴും നമ്മൾ കാണാറില്ലേ? നമുക്ക് വെല്ലുവിളിയായി മാറുന്ന ഒരു പ്രസ്ഥാനത്തെ, വ്യാവസായിക സംരംഭത്തെ, വാണിജ്യ പ്രസ്ഥാനത്തെ ഒക്കെ കരുത്തുള്ളവർ അങ്ങ് ഏറ്റെടുക്കും. അതിലൂടെ എതിർപ്പ് അവസാനിച്ചല്ലോ. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ മതമായി മാറിയ ക്രിസ്തു മതത്തിന് പല താല്പര്യങ്ങളും സംരക്ഷിക്കാനുണ്ടായിരുന്നു. അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് ചർച്ച പരിമിതപ്പെടുത്തിയാൽ വമ്പിച്ച തോതിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും കടമയും ബാധ്യതയും സഭയ്ക്കുണ്ട്. എന്നുവെച്ചാൽ മുതലാളിത്ത താല്പര്യങ്ങൾ എന്ന് ചുരുക്കി പറയും, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. ഈ മുതലാളിത്ത താല്പര്യങ്ങൾക്കെതിരാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന താല്പര്യങ്ങൾ, നിലപാടുകൾ. അവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം വരുന്നത്. ഒന്ന്, ഈ മാർക്സ് പറയുന്ന പല കാര്യങ്ങളും പലർക്കും മനസ്സിലാവുന്നില്ല, മനസ്സിലാക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുതരം ദുഷ്കരമായ ഭാഷാ ശൈലിയാണ് മാർക്സിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഈ എല്ലാ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു 2 വാചകത്തിൽ ഒന്ന് വിവരിച്ചു തരാൻ ഏതെങ്കിലും മാർക്സിസ്റ്റ് നേതാവിന് കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ അതിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. ലോകാവസാനം വരെ മനുഷ്യനുള്ള കാലത്തോളം ഈ ലോകത്ത് ആ സംഘർഷം, ഭൗതികമായ സംഘർഷം നിലനിൽക്കും. അതുകൊണ്ടാണ് മാർക്സിസത്തിന്റെ പ്രസക്തി ഉള്ളത്. ബട്ട് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷം, ഏറ്റുമുട്ടലാണ്. അതിൽ സഭ നിൽക്കേണ്ടത് ഇല്ലാത്തവരുടെ കൂടെയാണ്. പക്ഷെ സഭ നിൽക്കുന്നത് ഉള്ളവരുടെ കൂടെയാണ്. ഉള്ളവരുടെ കൂടെ നിന്ന് ഉള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, മൂലധനത്തെ, സ്വത്തിനെ, സമ്പത്തിനെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ വലതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത്.
അതിനെതിരെ നിൽക്കുന്നതാണ് ഇടതുപക്ഷ പാർട്ടികൾ. ആ ഇടതുപക്ഷ പാർട്ടികൾക്കൊപ്പം നിൽക്കാൻ സഭയ്ക്കോ മതത്തിനോ ന്യൂനപക്ഷങ്ങൾക്കോ കഴിയില്ല എന്നുള്ളത് അത് നിർഭാഗ്യകരമായ വസ്തുതയാണെങ്കിലും വസ്തുതയാണ്. ആ എതിർപ്പിന് ആ കാരണങ്ങൾ പറഞ്ഞല്ല അവരെതിർക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആദ്യകാലം മുതൽ കേരളത്തിലെ ക്രിസ്തുമതം എതിർക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് ഒരു മെത്രാനും ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. പക്ഷെ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവമാണ്, മതമാണ്. ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ, മതത്തിന് എതിരാണ് എന്ന ഒരു നിലപാട് പള്ളികളിൽ നിന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കപ്പെട്ടാൽ അത് വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാർക്സ് പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ശരിയായ രീതിയിലല്ല മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. മതത്തെക്കുറിച്ച് മാർക്സ് ഒരു സന്ദർഭത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ ആവർജകമായ, ഹൃദയഹാരിയായ വാക്കുകളിലാണ് അദ്ദേഹം മതത്തെ വിശേഷിപ്പിക്കുന്നത്, വിവരിക്കുന്നത്. ആത്മാവില്ലാത്ത ഈ ലോകത്തിന്റെ ആത്മാവ്, ആശ്രയമില്ലാത്ത ഈ ലോകത്തിന്റെ ആശ്രയം, ഹൃദയമില്ലാത്ത ഈ ലോകത്തിന്റെ ഹൃദയം എന്നൊക്കെയാണ് മതത്തെ മാർക്സ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെയാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഇറ്റ് ഈസ് ഓപ്പിയം ഫോർ ദ പീപ്പിൾ. ഇറ്റ് ഈസ് ഓപ്പിയം ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമൂഹിക അവസ്ഥ മനസ്സിലാക്കിയാലേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കറുപ്പിനു വേണ്ടി ബ്രിട്ടനും ചൈനയും തമ്മിൽ ദീർഘമായ യുദ്ധങ്ങൾ പോലും നടന്ന കാലമാണത്. ചൈന കറുപ്പ് കൃഷിയും കച്ചവടവും നിരോധിച്ചപ്പോൾ അതിനെതിരെ കറുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടൻ യുദ്ധം നടത്തിയത്. കാരണം കറുപ്പ് ഒരു ആഡംബര വസ്തുവായിരുന്നു, വില കൂടിയ വസ്തുവാണ്, വേദന സംഹാരിയാണ്. പണമുള്ളവർ കൂടിയ പണം കൊടുത്ത് കറുപ്പ് അന്ന് വാങ്ങി ഉപയോഗിച്ചിരുന്നു. പണമില്ലാത്തവരോ, ദരിദ്രനായ ഒരു വ്യക്തിക്ക്, വേദന അനുഭവിക്കുന്നവന്, അവന് കറുപ്പ് വാങ്ങിക്കഴിക്കാനുള്ള പണമൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് മാർക്സ് പറഞ്ഞത്, അവർക്ക് കറുപ്പാണ് മതം. മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്നൊന്നും മാർക്സ് പറഞ്ഞിട്ടില്ല. കാരണം ചെലവില്ലാതെ അനായാസം ഒരു വേദന സംഹാരി എന്ന നിലയിൽ അവൻ്റെ സമസ്ത വിഷമങ്ങളും ഒന്ന് ഇറക്കി വയ്ക്കുന്നതിന് അതിനെ കറുപ്പ് അദ്ദേഹം വിശേഷിപ്പിച്ചു എന്നേ ഉള്ളൂ, അത് മതമാണ്. പക്ഷെ അത് വ്യാഖ്യാനിച്ചും ദുർവ്യാഖ്യാനിച്ചും പരിഭാഷകളിലൂടെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് മാർക്സ് മതത്തിന് എതിരാണ് എന്നൊരു പൊതു വിശ്വാസവും ധാരണയും ഉണ്ടാക്കിയെടുത്തു. മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്നാണ് കറുപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ മയക്കുമരുന്നിനെതിരെ വലിയ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. മതത്തിനെതിരെയും പ്രചാരവേല നടത്തണം എന്ന് ഇടതുപക്ഷം മുന്നോട്ടൊരാശയം വയ്ക്കുന്നു എന്നും ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പൊ പലതരത്തിൽ ഈ വ്യാഖ്യാനങ്ങളൊക്കെ എന്തിനു കൊണ്ടുവന്നു? ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നത് ഭൗതിക സമ്പത്തും ഭൗതിക സ്വത്തും സംരക്ഷിക്കുന്നതിന്, മൂലധനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഭയ്ക്ക്, മതത്തിന് ചരിത്രപരമായുള്ള ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തുകൊണ്ടാണ് അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല, അത് വലിയൊരു അകൽച്ചയാണ്. അത് പെട്ടെന്ന് ഇല്ലാതാക്കാനും കഴിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ സാധ്യമാകാത്ത രീതിയിൽ ഈ ആധുനിക കാലത്തും ഏറ്റവും വിപുലമായ, ഫലപ്രദമായ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഈ ക്രൈസ്തവ സഭകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, 60 വർഷം മുമ്പ് ഞാൻ ആകെ കേട്ടിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത്, മൈക്കുമില്ലെന്ന് പ്രസംഗം എന്ന് പറയുന്നത് പള്ളിയിൽ ഞായറാഴ്ച പുരോഹിതൻ നടത്തുന്ന പ്രസംഗമാണ്. വേറെ പൊതുയോഗവും പ്രസംഗവും ഒന്നും ഞാൻ എറണാകുളത്ത് കേട്ടിട്ടേയില്ല. പിന്നെ ഞാൻ വായിക്കുന്നത്
അക്കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ളത് ദീപിക എന്ന അച്ഛന്മാർ ഇറക്കുന്ന കത്തോലിക്കരുടെ പത്രമാണ്. വേറെ ഒരു പത്രവും വായിക്കാനും കിട്ടിയിട്ടില്ല. മനോരമയ്ക്കൊന്നും ഇന്നത്തെ പോലെയുള്ള പ്രാമുഖ്യം ഒന്നും അന്നില്ലായിരുന്നു. അങ്ങനെ പള്ളിയിലെ പുരോഹിതന്റെ പ്രഭാഷണം കേട്ടും ദീപിക എന്ന കത്തോലിക്ക പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ വായിച്ചും വളർന്നു വന്ന ഒരാൾ ഞാൻ തന്നെ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാകാതിരിക്കുക? സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നമ്മുടെ രക്തത്തിൽ കടത്തിവിടുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എല്ലാം റഷ്യയിലും പൂർവ്വ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുമുള്ള മതപീഡനം, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്നവരുടെ ചരിത്രം, അതാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജോൺ 23 മാർപ്പാപ്പ വത്തിക്കാൻ സൂര്യദോസിന്റെ കാലം വരെ ഞങ്ങളുടെ അനുദിന സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു ഐറ്റം റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു. അതൊക്കെ കേട്ടാണ് പഠിച്ചാണ് മനസ്സിലാക്കിയാണ് ഞങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അത് പെട്ടെന്ന് ഒരു തൂത്തുകളയാനോ മായ്ച്ചു കളയാനോ കഴിയുന്ന ഒന്നല്ല. സ്വാഭാവികമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികൾക്കിടയിൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. അതിപ്പോൾ സഭയെ രക്ഷിക്കുന്നതിനോ ദൈവത്തെ രക്ഷിക്കുന്നതിനോ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുന്നതിനോ ഒന്നും വേണ്ടിയുള്ളതല്ല. ഭൗതിക താല്പര്യങ്ങളാണ്. ആ ഭൗതിക താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള സഭയുടെ ഇടപെടൽ അത് പൂർണ്ണമാകണമെങ്കിൽ വിശ്വാസികളെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റണം. അതിലവർ നന്നായി വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഇടപെടൽ. ഒരു സഭ ഇപ്പോൾ വിമോചന സമരം നടക്കുമ്പോഴൊക്കെ നമ്മൾ തീരെ കൊച്ചുകുട്ടിയാണ്, അതിലൊന്നും പങ്കെടുത്തിട്ടില്ല, തീരെ കൊച്ചുകുട്ടിയാണ്. വിമോചന സമരത്തിന്റെ ഒരുക്കവും അതിന്റെ ആസൂത്രണവും പള്ളികളിലാണ് നടന്നിട്ടുള്ളത്, വൈദികരുടെ മേൽനോട്ടത്തിൽ. എന്തിനു വേണ്ടിയായിരുന്നു അത്? അതാണോ സഭയുടെ ജോലി, സഭയുടെ ഉത്തരവാദിത്വം? ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ നടക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്വം സഭയ്ക്കുണ്ടോ? സഭയ്ക്കില്ലല്ലോ. അതിന് മറ്റു മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളുടെ അന്ത്യത്തിലാണ് ആ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത്. അതിന് ഭരണഘടനയുണ്ട്, നിയമമുണ്ട്, കോടതിയുണ്ട്, പാർലമെന്റുണ്ട്. പക്ഷെ അവിടെ സഭയാണ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ ചരിത്രപരമായ രീതിയിൽ ഓരോ ഘട്ടത്തിലും ഒരിക്കലും അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അകൽച്ച സഭയും വിശ്വാസികളും ഈ ഇടതുപക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഈ വിഷയം ആലോചിക്കുന്നത്. ഈ വിശ്വാസികളെ മതപരമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഈ വിശ്വാസികളെ ഇടതുപക്ഷത്തേക്ക് എപ്രകാരം ആകർഷിക്കാം എന്ന് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യം തന്നെയാണ്. നമുക്ക് മതം പറഞ്ഞുകൊണ്ട്, ആധ്യാത്മികത പറഞ്ഞുകൊണ്ട്, തിയോളജി പറഞ്ഞുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? രാഷ്ട്രീയമായി ഇടപെടുക എന്നുള്ളതാണ്. രാഷ്ട്രീയമായ പ്രബോധനത്തിലൂടെ, രാഷ്ട്രീയമായ ഇടപെടലിലൂടെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, മനുഷ്യരെ, വോട്ടവകാശമുള്ള മനുഷ്യരെ എപ്രകാരമാണ് അവർക്കൊരു രാഷ്ട്രീയമായ പ്രബുദ്ധത നൽകി ഇടതുപക്ഷമാണ് ശരി എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ പക്ഷത്തേക്ക് അവരെ ആകർഷിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന ചോദ്യത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വിശ്വാസികൾ മുഴുവൻ ഭ്രാന്തമായ രീതിയിൽ സഭാധികൃതർ, മേലധ്യക്ഷന്മാർ പറയുന്നത് കേട്ട് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൽ കഴിയുന്നു എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരു ഇൻഫർമേഷൻ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും
അനുദിനം പുതിയ പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന ഈ കാലത്ത് ഒരു പുരോഹിതനും പഴയ കാലത്തെ പോലെ തൻ്റെ അജഗണത്തെ ബൗദ്ധികമായ അടിമത്തത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അവർക്കും പ്രബുദ്ധതയുണ്ട്. കാരണം അവർ പത്രം വായിക്കുന്നവരാണ്, അവർ TV കാണുന്നവരാണ്, അവർ സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്നവരാണ്, അവർ പ്രസംഗം കേൾക്കുന്നവരാണ്. ഞാനിതെപ്പോഴും ഊന്നി പറയുന്നത് കൊണ്ടാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു പ്രസംഗം കേട്ട് വളർന്നു വന്ന ആളല്ല. ഒരു പ്രസംഗവും ഒരിടത്തും ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും അവർക്കറിയാം ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയമായ വ്യത്യസ്തമായ പ്രബുദ്ധത കൈവരിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെ അവർക്ക് അവരുടെ ആത്മീയതയും മതവിശ്വാസവും ദൈവിക സാമീപ്യവും എല്ലാം മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിന് ഉപരിയായോ രാഷ്ട്രീയ പ്രബുദ്ധത കൈവരിക്കാൻ കഴിയും. അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടാണ് അപ്രതീക്ഷിതമായ നേട്ടം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിസം എവിടെയെന്നൊക്കെ ചോദിച്ചേക്കാം. കമ്മ്യൂണിസം എവിടെയും ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. ഈ ഇടയ്ക്ക് കണക്ക് നോക്കിയപ്പോൾ ലോകത്ത് ആകെ 5 രാജ്യങ്ങളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അധികാരത്തിലുള്ളത്. പക്ഷെ അതിനർത്ഥം കമ്മ്യൂണിസം ഇല്ലാതാകുന്നു എന്നല്ല. അത് മാർക്സിസം എന്ന് അറിയപ്പെടുന്ന ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചത് സനാതനമായ ചില തത്വങ്ങളാണ്. ആ തത്വങ്ങൾ നിലനിൽക്കണം. കാരണം അതിൽ മാനവികതയുണ്ട്, മാനവികമായ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രയത്നമുണ്ട്. ആ രീതിയിൽ ആ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് നമുക്ക് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും, അവർക്ക് രാഷ്ട്രീയമായ പ്രബുദ്ധത നൽകാൻ കഴിഞ്ഞാൽ അവർ നമ്മോടൊപ്പം നിൽക്കും. അങ്ങനെ നിന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ നിന്നതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പോഴും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നിലനിൽക്കുന്നത്, ഇനിയും ഉണ്ടായേക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി അങ്ങനെ ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ സഭാ മേലധ്യക്ഷന്മാരെ, സാമുദായിക സംഘടനകളെ, അവരെ പ്രീണിപ്പിക്കുന്ന ആ പരിപാടി ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, മാർക്സിസം അതേപടി എടുത്തു കൊടുത്താൽ കൊടുക്കുന്നവർക്കും മനസ്സിലാവില്ല, കിട്ടുന്നവർക്കും മനസ്സിലാവില്ല. അത് ആ പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതിൻ്റെ ശൈലി, സ്വഭാവം അങ്ങനെയാണ്. എന്താണ് മാർക്സിസം എന്ന് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി സ്ത്രീകൾ പഠിച്ചത് അത് KPSCയുടെ നാടകത്തിൽ, പ്രസിദ്ധമായ നാടകത്തിലെ ഒരു വരിയിലൂടെയാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. അത് അവർക്ക് കാര്യം മനസ്സിലായി. അതാണ് മാർക്സിസം എന്ന് മനസ്സിലായി. അതിനെതിരാണ് അവിടുത്തെ ഭൂവുടമകളും ജന്മികളും എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് കാർഷിക രംഗത്തെ റിവോൾട്ട്, വിപ്ലവം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, പ്രായോഗിക സമീപനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ നമ്മളീ പറയുന്ന വിശ്വാസികൾ, ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട വിശ്വാസികൾ, അവരുടെ ആനുകൂല്യവും അനുഭാവവും ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാകും. അതിനുള്ള ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതിന്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചെറുതെങ്കിലും ചെറിയ സെമിനാറുകളും ചർച്ചായോഗങ്ങളും തീർച്ചയായും പ്രയോജനപ്പെടും. ഇടതുപക്ഷം എന്നത് പൂർണ്ണമായും അന്യം നിന്ന് പോകാത്ത സനാതന സ്വഭാവമുള്ള മൗലികമായ ഒരു പ്രത്യയശാസ്ത്രമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. വിമോചനം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. കൈവിലങ്ങുകൾ അഴിയണം, ചങ്ങലകൾ ഭേദിക്കപ്പെടണം എന്നുള്ളത് അതെല്ലാവരുടെയും അവകാശമാണ്. ഇടതുപക്ഷത്തുള്ളവരുടെയും മതപക്ഷത്തുള്ളവരുടെയും ന്യൂനപക്ഷമായി ഇരിക്കുന്നവരുടെയും ഭൂരിപക്ഷമായിരിക്കുന്നവരുടെയും എല്ലാം അവകാശമാണ്. അങ്ങനെ ഒരു ലോകത്തിന് വേണ്ടിയുള്ള പോരാട്ടം അനിവാര്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരേ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള യാത്രയാണ്. അവിടെ വിശ്വാസികളും വിപ്ലവകാരികളും
രണ്ട് വഴിക്കായിരിക്കാം നമ്മുടെ നോട്ടത്തിൽ അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒടുവിൽ അവരുടെ യാത്ര രണ്ട് വഴിക്കാവില്ല, ഒരു വഴിക്ക്. രണ്ട് വഴികളും സംയോജിക്കും. അവിടെയാണ് മനുഷ്യ വിമോചനത്തിൻ്റെ ഒരു സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി വിശ്വാസികൾക്കും വിപ്ലവകാരികൾക്കും അനിവാര്യമായും കൈകോർക്കേണ്ടി വരുന്നത്. അതിനുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ അവസ്ഥ സൃഷ്ടിക്കുന്നതിന് ഇതുപോലെയുള്ള ചർച്ചകൾ ഫലപ്രദമാകട്ടെ എന്ന പ്രതീക്ഷയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.